ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനങ്ങളെ നിയന്ത്രിക്കുവാനും ഭയപ്പെടുത്തുവാനുമായി രൂപം കൊണ്ട ശക്തിയായിരുന്നു പോലീസ്. സ്വാതന്ത്ര്യം നേടിയിട്ടും കാക്കി യൂണിഫോം ഇന്നും പലർക്കും ഭയത്തിന്റെ പ്രതീകമായി തുടരുന്നു. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി പീഡനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, രാജ്യത്ത് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ സമൂഹത്തെ നടുക്കിക്കൊണ്ടേയിരിക്കുന്നു. ജനങ്ങളുടെ പ്രതിഷേധങ്ങളും നീതിക്കായി നിലവിളിക്കുന്ന കുടുംബങ്ങളും പോലീസ് പരിഷ്കാരത്തിന്റെ അനിവാര്യതയെ രാജ്യത്തിനു മുമ്പിൽ ഓരോ ദിവസവും തുറന്നു കാട്ടുന്നു. ജനങ്ങളുടെ ഈ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി നിർണായകമായ ഇടപെടൽ നടത്തുന്നത്. ഓരോ സംസ്ഥാനത്തും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റികൾ നിർബന്ധമായും രൂപീകരിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2007 സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കേരളത്തിലും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി രൂപീകരിക്കപ്പെട്ടു. എന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന ഈ അതോറിറ്റി പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുവെന്ന് വിദഗ്ധർ സമ്മതിക്കുന്നു. അതോറിറ്റി രൂപീകരിച്ചപ്പോൾ 5 അംഗങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ 2 പേര് ഒരു ജുഡീഷ്യൽ മെമ്പേഴ്സാണ്, ഒന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി, റിട്ടയർഡ് ജില്ലാ ജഡ്ജി. ബാക്കിയുള്ള 3 അംഗങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ സ്പോൺസേഡ് കക്ഷികളാണ്. അതിൽ ഒരു റിട്ടയർഡ് DGP, പിന്നെ ഒരു ADGP പോലീസ് ആസ്ഥാനം, പിന്നെ ഹോം സെക്രട്ടറി. സ്വാഭാവികമായിട്ട് നോക്കി കാണുമ്പോൾ 5-ൽ 3 പേരാണ് തീരുമാനം കൈക്കൊള്ളുന്നതെങ്കിൽ അത് പോലീസിനെ സഹായിക്കുന്ന തരത്തിലാണ് ആ തീരുമാനം അന്ന് ഉണ്ടാകുന്നത്. ഈ 10 കൊല്ലം ഇതിന്റെ പ്രവർത്തനം കാണുമ്പോൾ പൂർണ്ണമായിട്ടും അന്ന് അതിൽ സംശയിച്ചതിൽ കഴിവുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. തന്നെയല്ല, ഈ ADGPയും DGPയും ഇതേ അതോറിറ്റിയുടെ കീഴിൽ പരാതി വരാൻ സാധ്യതയുള്ളവർ, അവർക്കെതിരെ പരാതി വരാൻ സാധ്യതയുള്ള ആളുകളുമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ അതോറിറ്റിയെ പരിഷ്കരിക്കുന്നതിന് ജസ്റ്റിസ് നാരായണക്കുറുപ്പിനെ കംപ്ലയിൻസ് അതോറിറ്റി ചെയർമാനായി UDF സർക്കാർ നിയമിച്ചു. ഈ സാഹചര്യത്തിൽ അതോറിറ്റിയുടെ സ്വതന്ത്ര അന്വേഷണം ചോദ്യം ചെയ്യപ്പെടുകയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഉചിതമായ ഒരു നടപടി കൈക്കൊള്ളുകയും ചെയ്തു. ദീർഘവീക്ഷിയായിരുന്ന അദ്ദേഹം രാജ്യത്താദ്യമായി പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കായി ഒരു സ്വതന്ത്ര അന്വേഷണ സംവിധാനം രൂപീകരിക്കുവാൻ തീരുമാനമെടുത്തു. പോലീസിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രനായ ഒരു നോൺ പോലീസ് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കുക എന്നതായിരുന്നു ആ തീരുമാനം. ഇതിനു മുന്നോടിയായി അന്നത്തെ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് K. നാരായണക്കുറുപ്പ് മുൻ നയതന്ത്ര രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും ക്രിമിനോളജിസ്റ്റുമായിരുന്ന അജിത് കുമാർ വർമ്മയെ അതോറിറ്റിയുടെ താൽക്കാലിക അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചു. മുൻപ് റോയിലും ഐക്യരാഷ്ട്രസഭയിലും പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം നിരവധി കേസുകളാണ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് വേണ്ടി അന്വേഷിച്ച ജസ്റ്റിസ് നാരായണക്കുറുപ്പിന് സമർപ്പിച്ചത്. പാറശാല കസ്റ്റഡി മരണം, മരങ്ങാട്ടുപള്ളിയിലെ സിബിയുടെ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകൾക്ക് അന്ന് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി നടപടി കൈക്കൊണ്ടു. ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കവേ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ശേഷം കേരളം കണ്ടത് സമാനതകളില്ലാത്ത കസ്റ്റഡി പീഡനങ്ങളാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ 18 പോലീസ് കസ്റ്റഡി മരണങ്ങൾ സംഭവിച്ചു. നിരന്തര പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിൽ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ നിഷ്ക്രിയത്വം പൂർണ്ണമായും വെളിവാക്കപ്പെട്ടു. കസ്റ്റഡി മർദ്ദനത്തിനിരയായി വരാപ്പുഴ സ്വദേശി ശ്രീജിത്ത് മരിച്ചിട്ട് നാളേക്ക് 1 വർഷം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഏപ്രിൽ 9-നാണ് ശ്രീജിത്ത് മരണത്തിന് കീഴടങ്ങിയത്. കൊലപാതകം നടന്ന് 1 കൊല്ലം ആകുമ്പോഴും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഈ ദിവസം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി അങ്ങാടിങ്ങാട് ഓടുകയാണ്. അവനെ ഒരു നോക്ക് കാണാൻ, അവനെ ഒന്ന് കാണാനോ ഇച്ചിരി വെള്ളം കൊടുക്കാനോ ഞങ്ങളെ കൊണ്ട് അവർ സമ്മതിച്ചില്ല. അതൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ ഓർക്കും. ആന്തരികാവയവങ്ങൾക്കേറ്റ ഗുരുതരക്ഷതത്തെ തുടർന്ന് മകൻ മരിച്ച് 1 കൊല്ലം പിന്നിടുമ്പോഴും അമ്മയുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല ആ നിലവിളി. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ കസ്റ്റഡി മരണത്തിൽ 7 പോലീസുകാർ പ്രതികളായി. 7 പേരെയും ഡിസംബറിൽ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. കുറ്റപത്രം തയ്യാറായെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സർക്കാർ അനുമതി വൈകാതെ തേടുമെന്നും അന്ന് അറിയിച്ചെങ്കിലും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ ഗുരുതരമായ ഈ അനാസ്ഥ ചോദ്യം ചെയ്യപ്പെട്ടു. ജാഫർ ഖാൻ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ പൊതുതാൽപര്യ ഹർജിയിലൂടെ ഈ വിവരം കേരള ഹൈക്കോടതിയെ അറിയിച്ചു. വിശദമായി പരിശോധിച്ച ഹൈക്കോടതി സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം ചോദ്യം ചെയ്തു. 60 ദിവസത്തിനകം അടിയന്തരമായി ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് കേരള ഹൈക്കോടതി 2022 ഓഗസ്റ്റ് മാസം ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് നാളിതുവരെയായി യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചില്ല. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് VK മോഹൻ പറഞ്ഞു, എനിക്ക് പരാതിയില്ല. VK മോഹൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ അവിടെ പരാതി കൊടുത്തത്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്
ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പോലീസുകാരല്ലാത്ത ഒരാളിനെ നിയമിക്കണം എന്ന് തീരുമാനിച്ചു. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിഷ്പക്ഷമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ നിയമിക്കാനുള്ള ഉത്തരവ് ഞാൻ ഉത്തരവിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഞാൻ ആ ഉത്തരവ് ഇറക്കിയത് 3/3/2016 പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ്. Direct the state government to finalize the selection process to the post of Chief Investigation Officer of the State Police Complaint Authority within a period of 60 days. ബാക്കി കാര്യങ്ങൾ താഴെ പറയും. 60 ദിവസത്തിനുള്ളിൽ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണം എന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഹൈക്കോടതി ബെഞ്ചിന്റെ ഉത്തരവാണ്. രസകരമായ കാര്യം 25/5/2020 അവർ പറഞ്ഞത് Government has in a receipt of the application for the post of Chief Investigation Officer sanctioned by the government, the earlier government. On further examination, government intended to rethink the necessity of a post of a Chief Investigation Officer in the authority. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് 2 മാസത്തിനുള്ളിൽ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിയമിക്കണം. അത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് ആണ്. പോലീസുകാരല്ലാത്ത ഒരാൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അത് വേണ്ട എന്ന് വെച്ചവരാണ് ഇവർ. നമ്മൾ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഒരു സ്വതന്ത്ര ഇൻവെസ്റ്റിഗേറ്ററായി മാറണം എന്നുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നമ്മൾ അന്ന് എടുത്തത്. പോലീസുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസ് സേനയ്ക്ക് പുറത്തുള്ള ഒരാളിനെ കൂടി നിയമിച്ചാൽ നീതി ഉറപ്പുവരുത്തും എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അന്ന് പാറശാലയിൽ ശ്രീ PG എന്ന ഒരു ചെറുപ്പക്കാരന്റെ കസ്റ്റഡി മരണം പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് കണ്ടെത്തി കമ്മീഷന്റെ ശുപാർശ പ്രകാരം 10 ലക്ഷം രൂപ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവർക്ക് നൽകിയത്. ഈ ഗവൺമെന്റ് വന്ന ശേഷം 16 കസ്റ്റഡി മരണങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. 16 കസ്റ്റഡി മരണങ്ങൾ പിണറായി വിജയൻ 9 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായി. ഈ കസ്റ്റഡി മരണങ്ങളിൽ ഒന്നിൽ പോലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല. ഇരകൾക്ക് നീതി കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഒരു നോക്കുകുത്തിയായി ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ പോലീസിൽ നിന്നല്ലാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി നിയമിക്കാൻ കോടതി വിധി ഉണ്ടെങ്കിലും കോടതിയെ പോലും കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. സ്വതന്ത്രമായ അന്വേഷണത്തിനോ സ്വതന്ത്രമായ നടപടികൾ സ്വീകരിക്കുന്നതിനോ അതിന് കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ഇത്തരം ഒരു പ്രസ്ഥാനം? നികുതിദായകർക്ക് നീതി ലഭിക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു സംവിധാനം? കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ചെലവഴിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വയോജന ക്ലബ്ബ്? ഹൈക്കോടതിയിലും പോലീസ് ആസ്ഥാനത്തുമൊക്കെ പ്രവർത്തിച്ചതിലും ഏറെക്കാലം പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയിൽ അംഗങ്ങളായിരുന്നു കൊണ്ട് അവർ ഈ നാടിനു വേണ്ടി എന്താണ് ചെയ്തത്? സാധാരണക്കാരായ മനുഷ്യർക്ക് കോടിക്കണക്കിന് രൂപയൊന്നും മുടക്കി കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സൗകര്യമാണ് ഈ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി. നമുക്കറിയാം, സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ കേസുകളും നേരിട്ടത് കോടിക്കണക്കിന് രൂപ മുടക്കി അഡ്വക്കേറ്റുകളെ കൊണ്ടുകൊണ്ടാണ്. അവർക്കെതിരെയൊക്കെ വാദിച്ച് ജയിക്കുവാനായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ? അപ്പൊ അത്തരക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധാരണക്കാരുടെ പ്രസ്ഥാനമായിരുന്നു ഈ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി എന്നൊക്കെ പറയുന്നത്. അട്ടിമറിക്കുകയാണ് സർക്കാർ. 2 മാസത്തിനകം ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് ഉത്തരവിട്ടത് 2022 ജൂണിലാണ്. ഇന്നുവരെ നടപ്പായിട്ടില്ല. പൊതുപ്രവർത്തകനായ ജാഫർ ഖാന്റെ പൊതുതാൽപര്യ ഹർജിയെ തുടർന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. എന്തായാലും അതിലൊരു പ്രതികരണമുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. കേരള പോലീസിൽ വർക്ക് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആരെങ്കിലും മറ്റേ ക്രിമിനോളജിയോ ഒക്കെ പാസ്സായ ആൾക്കാരുണ്ടെങ്കിലാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും. പ്രബുദ്ധരായ ജനം ഇതിന് വിധി പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിലെത്തി. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ. ഇനി എന്ത്?
രമേശ് ചെന്നിത്തല എന്ന ദീർഘവീക്ഷിയായ മുൻ ആഭ്യന്തരമന്ത്രി വീണ്ടും കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി. കുറച്ച് അറിവും വിവേകമുള്ള അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതിനകത്ത് ഈ പോലീസ് ആസ്ഥാനത്തെ ADGP റിട്ടയർഡ് DGP ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു MLAക്ക് തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുക്കാം. പിന്നെ മനുഷ്യാവകാശത്തിലൊക്കെ വളരെ ഉന്നതമായ ബിരുദവും പ്രവർത്തനശേഷിയും ഒക്കെ ഉള്ള ആളുകളെ ഉൾപ്പെടുത്തി കൊണ്ട് ഇതൊരു ജനകീയമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതാണ് അടിയന്തരമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത്. ഈയിടെ ഞാൻ ഒരു വാർത്ത കാണുകയുണ്ടായി, ADGPക്കും ഹോം സെക്രട്ടറിക്കും തിരക്കായതുകൊണ്ട് അവർ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ആക്ട് അമെൻഡ് ചെയ്തതായിട്ട് ഈയിടെ ഒരു കുറിപ്പ് കണ്ടു. അടിയന്തരമായിട്ട് അത് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ, ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ, പോലീസ് അല്ലാത്ത ഒരാളെ, എന്നാൽ നല്ല ഒരു റാങ്കോടുകൂടി, സാധാരണ ഈ SP മുതൽ DGP വരെയുള്ള ഉദ്യോഗസ്ഥരെയാണല്ലോ ഇവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരു റാങ്ക് കൊടുക്കണം, ഒരു യൂണിഫോംഡ് ഫോഴ്സാക്കി തന്നെ അവരെ മാറ്റണം. പക്ഷെ പോലീസുകാരാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. വിദേശത്തൊക്കെ അങ്ങനെയാണ്. അവർക്ക് തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ ഒരു ഓവർവ്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മിടുക്കന്മാരാണ് പോലീസുകാർ, പക്ഷെ അവർക്ക് നാഥനില്ലാത്തതുകൊണ്ടും ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ ആളില്ല എന്നൊരു തോന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുക. അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ഈ അതോറിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് റിവ്യൂ കോർപ്സിനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പോലീസ് തീർച്ചയായിട്ടും ഏറ്റവും സമൃദ്ധരായിട്ടുള്ള ആളുകളാണ്. അവർ നല്ല രീതിയിൽ മനുഷ്യരോട് ഇടപെടും. എന്നാണോ അവർക്ക് ഇത്തരത്തിലുള്ളൊരു തെറ്റിത്തിരുത്താനുള്ളൊരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ്. കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടുകയും വേണം. അതോടൊപ്പം ഈ ഫോറൻസിക് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണ സംവിധാനം, ഇതൊക്കെ നേരെ ആക്കിയെടുക്കുന്നതോടുകൂടി നമുക്ക് ഇത് നല്ല രീതിയിലാക്കാൻ പറ്റും. പക്ഷേ എന്നും ഈ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ശക്തമായിരുന്നാൽ മാത്രമാണ്, അത് സുപ്രീം കോടതിയുടെ കണ്ടെത്തലാണ്, നമ്മളാരും പറയുന്നില്ല. അപ്പോൾ സുപ്രീം കോടതി അത്രയേറെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കിയത്. രാജ്യത്തിന് ഈ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയും സ്റ്റേറ്റ് പോലീസ് അക്കൗണ്ടബിലിറ്റി റിവ്യൂ കോർപ്സും ഒക്കെ വലിയ മാതൃകയാവും. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും തീർച്ചയായിട്ടും ഇത് കൊണ്ടുപോകാം. എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു നാഷണൽ വ്യൂയോടുകൂടി നമുക്കിത് ചെയ്യാൻ കഴിയും. ദേശീയ ശ്രദ്ധ കിട്ടും. ഇന്റർനാഷണൽ തലത്തിൽ ഇത് അംഗീകരിക്കപ്പെടും. രമേശ് ചെന്നിത്തലയിലേക്കാണ് ഇനി കേരളത്തിന്റെ കണ്ണുകൾ. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കി കാണാം.